ഹലോ ഗെയ്സ്, ഇന്ന് നമ്മുടെ യാത്ര വർക്കല ബീച്ചിലേക്കാണ്. എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നും 12 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. പോകുന്ന വഴിയിൽ പച്ച പരവതാനി വിരിച്ച പാടങ്ങളും കേരള തനിമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കലാരൂപങ്ങളും കണ്ടുകൊണ്ടായിരുന്നു യാത്ര. അധികം വൈകാതെ തന്നെ വർക്കല പാപനാശം ബീച്ചിലെത്തി. ഇത് സാധാരണ ഒരു ബീച്ച് മാത്രമല്ല, ഇവിടെ ബലിതർപ്പണങ്ങൾ നടക്കുന്ന ഒരു ബീച്ച് കൂടിയാണ്. ഈ കാണുന്നതാണ് ബലിമണ്ഡപം. വെള്ള പരവതാനി വിരിച്ചതുപോലെയുള്ള കടൽ തീരം. നല്ല തിരക്കുമുണ്ട്. എല്ലാവരും തന്നെ കടൽ കാഴ്ചകൾ ആസ്വദിച്ചു നിൽക്കുകയാണ്. നല്ല തണുത്ത കാറ്റ് കരയിലേക്ക് വീശുന്നുമുണ്ട്. കുറേ പേർ കടൽ തീരത്തിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ സാഹസികമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാഗ്യ കടൽ തിരകൾ എണ്ണുകയാണ്. കടൽ തീരത്തായി തന്നെ കുട്ടികൾക്ക് ഒരു പാർക്കും ക്രമീകരിച്ചിരിക്കുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സാൻഡ് സ്കൂട്ടർ, വാട്ടർ സ്കൂട്ടർ, ബോട്ട് സവാരി, അങ്ങനെ മറ്റനേകം ഗെയിമുകളും ഇവിടെ ഉണ്ട്. കുറേ സമയം ഞാനിത് നോക്കി നിന്നു. ഒരു ട്രാക്ടർ മണൽപ്പരപ്പിന് മുകളിലൂടെ നീങ്ങുന്നുമുണ്ട്. ബോട്ടിനെയും വാട്ടർ സ്കൂട്ടറിനെയും കരയിലേക്ക് വലിച്ചു കയറ്റുവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം തന്നെ എൻ്റെ മനസ്സിന് ആസ്വാദ്യകരമായിരുന്നു. മുൻപ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നുമില്ലാത്ത ഒരു മാറ്റം എനിക്ക് ഇവിടെ തോന്നി. പതുക്കെ പതുക്കെ സൂര്യൻ കടലിൽ താഴുന്നു. ഇരുട്ട് വീണു തുടങ്ങി. ബോട്ടിനെ വലിച്ച് കരയിലേക്ക് കയറ്റുന്നു. കടൽ തീരമാകെ വർണ്ണ വെളിച്ചങ്ങൾ വന്നു. നല്ല വിശപ്പ്. അടുത്തുള്ള ഹോട്ടലിൽ കയറി ഞങ്ങൾ മസാല ദോശ കഴിച്ചു. പിന്നീട് ഞങ്ങൾ ക്ലിഫിലേക്ക് പോയി. കടൽ തീരത്തു നിന്നും വളരെ ഉയരമുള്ള സ്ഥലമാണിവിടെ. വിശാലമായ പാർക്കിങ്ങും ഹെലിപ്പാഡും ഉണ്ട്. ഇവിടുത്തെ റിസോർട്ടുകളും ഹോട്ടലുകളും എല്ലാം തന്നെ വളരെ മനോഹരമാണ്. മിനി ഗോവയെന്നാണ് വർക്കല ബീച്ച് അറിയപ്പെടുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. കാൽനട യാത്രക്കാരുടെ ഇടയിലൂടെ ഒരാൾ സാഹസികമായ സ്കൂട്ടർ യാത്ര നടത്തുന്നുമുണ്ട്. 2 പേർ ഇതിൽ ഏത് മീൻ ആദ്യം എടുക്കുമെന്ന ആലോചനയിലുമാണ്. വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. വർക്കല ബീച്ച് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കണ്ട എല്ലാ ആളുകളും തന്നെ വളരെ സന്തോഷവാന്മാരായിട്ടാണ് തോന്നിയത്. അനേകം വ്യത്യസ്തമായ കച്ചവടക്കാർ. ഇതിലൂടെ പോകുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. മുൻപ് ഞാൻ വരുമ്പോൾ വിദേശികളായ ടൂറിസ്റ്റുകളെയാണ് കൂടുതലും കണ്ടിരുന്നത്. ഇപ്പോൾ മറ്റു സംസ്ഥാനക്കാരെ കൂടുതലായി കാണുന്നു. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ വളരെ മനോഹരമായി എനിക്ക് തോന്നി. വളരെ സമയം അതിക്രമിച്ചതിനാൽ തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. അവിടെ നിന്ന് കടൽ കണ്ടുകൊണ്ട് വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ തിരികെ എത്താം. ഗുഡ് ബൈ.